ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫാക്ട്സ് അബൌട്ട് കേരള 4ാമത്തെ ക്ലാസ്സാണ്. കേരളത്തിൽ ആദ്യം, അതാണ് നമ്മുടെ ടോപ്പിക്ക്. കേരളത്തിൽ ആദ്യം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാ? കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാ? കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS. EMS ആണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. EMS നമ്പൂതിരിപ്പാടാണ്. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആരാ? കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി R. ശങ്കറാണ്. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി R. ശങ്കറാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി ആരായിരുന്നു? സർദാർ KM പണിക്കരാണ്. സർദാർ KM പണിക്കരാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ആദ്യത്തെ മലയാളി. കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ആദ്യത്തെ മലയാളിയാണ് VK കൃഷ്ണമേനോൻ. കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളി VK കൃഷ്ണമേനോൻ. ഇനി കേരള ഗവർണറായ മലയാളിയോ? കേരള ഗവർണറായ ആദ്യത്തെ മലയാളി V. വിശ്വനാഥൻ. കേരള ഗവർണറായ ശേഷം രാഷ്ട്രപതിയായത് കേരള ഗവർണറായ ശേഷം രാഷ്ട്രപതിയായ വ്യക്തിയാണ് ആര്? അത് VV ഗിരി. പ്രീവിയസ് ആണ്. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ചോദിച്ചാൽ അത് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ചോദിച്ചാൽ ആരാ? അത് വേറെ ആളാ. B. രാമകൃഷ്ണ റാവു ആണ്. ആരാണ്? B. രാമകൃഷ്ണ റാവു. കേരള ഗവർണറായ ആദ്യ മലയാളി എന്ന് എടുത്ത് ചോദിക്കുക. കേരള ഗവർണറായ ആദ്യ മലയാളിയാണ് V. വിശ്വനാഥൻ. തെറ്റത്തില്ലല്ലോ. കേരളത്തിലെ ആദ്യത്തെ ഗവർണറാണ് B. രാമകൃഷ്ണ റാവു. കേരള ഗവർണറായ ആദ്യ മലയാളിയാണ് V. വിശ്വനാഥൻ. കേരള ഗവർണറായ ശേഷം രാഷ്ട്രപതിയായ വ്യക്തിയാണ് അത് VV ഗിരിയാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാ? കേരളത്തിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാ? MSK രാമസ്വാമിയാണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? MSK രാമസ്വാമി. MSK രാമസ്വാമിയാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യത്തെ മലയാളി. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യത്തെ മലയാളി. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ആരാ? VR കൃഷ്ണയ്യരാണ്. VR കൃഷ്ണയ്യരാണ്. കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നേടിയ മലയാളി എന്ന് ചോദിച്ചാലും ആദ്യ മലയാളി എന്ന് ചോദിച്ചാലും ആര് തന്നെയാ? VR കൃഷ്ണയ്യരാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യത്തെ മലയാളി, കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നേടിയെടുത്ത ആദ്യത്തെ മലയാളി, അതും VR കൃഷ്ണയ്യരാണ്. ഇനി നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി ആരാ? കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രിയാണ് ആരാ? കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി അല്ലേ? തുടർച്ചയായി കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായതാരാ? തുടർച്ചയായി കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായെന്ന് ചോദിച്ചാലും ആര് തന്നെയാ? കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി ആരാണ്? തുടർച്ചയായി കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായതാരാണെന്ന് ചോദിച്ചാൽ അത് C. അച്യുതമേനോനാണ്. C. അച്യുതമേനോൻ. കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കറാണ് ശങ്കരനാരായണൻ തമ്പി. കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കറാണ് ശങ്കരനാരായണൻ തമ്പി. കേരള നിയമസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാ? കേരള നിയമസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ആര്? KO ഐഷാഭായി. KO ഐഷാഭായി. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നോ? അത് MSK രാമസ്വാമി. പറഞ്ഞ കാര്യം ഒന്നുകൂടെ പെട്ടെന്ന് പറയാം, എന്നിട്ട് ബാക്കി നോക്കാം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ്. പിന്നെ കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി R. ശങ്കർ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി സർദാർ KM പണിക്കർ. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ B. രാമകൃഷ്ണ റാവു. മലയാളി ഗവർണറാണ്. കേരള ഗവർണറായ ആദ്യ മലയാളിയാണ് V. വിശ്വനാഥൻ. കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളിയാണ് VK കൃഷ്ണമേനോൻ. V. വിശ്വനാഥനാണ് ആദ്യത്തെ കേരള ഗവർണറായ ആദ്യ മലയാളി. V. വിശ്വനാഥനാണ് കേട്ടോ. കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളി VK കൃഷ്ണമേനോൻ. പിന്നെ ഗവർണർ, കേരളത്തിലെ ആദ്യത്തെ ഗവർണർ പറഞ്ഞു, മലയാളിയായ ഗവർണർ പറഞ്ഞു. കേരള ഗവർണറായ ശേഷം രാഷ്ട്രപതിയായത് VV ഗിരി എന്ന് പറഞ്ഞു. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമി പറഞ്ഞു. പിന്നെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യത്തെ മലയാളി VR കൃഷ്ണയ്യരാണ്. VR കൃഷ്ണയ്യർ. പിന്നെ കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നേടിയ ആദ്യത്തെ മലയാളിയും VR കൃഷ്ണയ്യരാന്ന് പറഞ്ഞു. കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രിയാണ്
സി അച്യുതമേനോൻ. ഇനി നമുക്ക് നോക്കാം, കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാ? കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാനാണ് ജസ്റ്റിസ് എം പരീത് പിള്ള. ജസ്റ്റിസ് എം പരീത് പിള്ള. വിവരാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാനാണ് പാലാട്ട് മോഹൻദാസ്. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ എം പരീത് പിള്ള. വിവരാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ പാലാട്ട് മോഹൻദാസ്. പിന്നെ UPSC അംഗമായ ആദ്യ മലയാളി, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ മലയാളി KG അടിയോടി. ഇതൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ. KG അടിയോടി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ മലയാളിയാണ് ആര്? KG അടിയോടി. KG അടിയോടി. ഇനി സുപ്രീം കോടതി ജഡ്ജി പദവിയിലെത്തിയ ആദ്യത്തെ വനിത ഏതാ? സുപ്രീം കോടതി ജഡ്ജി പദവിയിലെത്തിയ ആദ്യത്തെ വനിത, സുപ്രീം കോടതി ജഡ്ജി പദവിയിലെത്തിയത് ഫാത്തിമ ബീവിയാണ്. ജസ്റ്റിസ് ഫാത്തിമ ബീവി. സുപ്രീം കോടതി ജഡ്ജി പദവിയിലെത്തിയ ആദ്യത്തെ മലയാളി വനിതയാണ് ഫാത്തിമ ബീവി. മലയാളി എന്ന് ചോദിച്ചാലോ, അതാണ് പാറക്കുളങ്ങര ഗോവിന്ദമേനോൻ. ഇവിടെ തെറ്റിപ്പോവാനുള്ള സാധ്യത എന്ന് പറഞ്ഞത്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ മലയാളി എന്ന് ചോദിച്ചാലാണ് ആര്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആയത് എന്ന് ചോദിച്ചാൽ അത് KG ബാലകൃഷ്ണനാണ്. സുപ്രീം കോടതി ജഡ്ജി എന്ന് ചുമ്മാ ചോദിക്കുകയാണ്. സുപ്രീം കോടതി ജഡ്ജി ആയ ആദ്യത്തെ മലയാളി എന്ന് വെറുതെ ചോദിച്ചിരിക്കുക. അപ്പോൾ ഏതാ ആൻസർ? അത് പാറക്കുളങ്ങര ഗോവിന്ദമേനോൻ. തെറ്റിക്കരുത്, അവിടെ തെറ്റാൻ സാധ്യത കൂടുതലുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് ഓർത്തു വെച്ച് പഠിച്ചോണം. കേരളത്തിലെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരാ? കേരളത്തിലെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറലാണ് ആര്? KV സൂര്യനാരായണ അയ്യർ. കേരളത്തിലെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറലാണ് KV സൂര്യനാരായണ അയ്യർ. ഇന്ത്യൻ രാഷ്ട്രപതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി KR നാരായണൻ. പിന്നെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി. അപ്പോൾ ആദ്യം പറഞ്ഞ എന്തായിരുന്നു? രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് സർദാർ KM പണിക്കർ. ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ആര്? അത് ചാൾസ് ഡയസ് ആണ്. ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ചാൾസ് ഡയസ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി സർദാർ KM പണിക്കർ. ഇത് തമ്മിൽ മാറിപ്പോവരുത്, അതുകൊണ്ടാണ് ഞാൻ അത്രയും അത് എടുത്തു പറഞ്ഞത്. ഇനി കേന്ദ്രമന്ത്രിയായ ആദ്യത്തെ മലയാളി ആരാ? കേന്ദ്രമന്ത്രിയായ ആദ്യത്തെ മലയാളി ജോൺ മത്തായി ആണ്. ജോൺ മത്തായി റെയിൽവേ മന്ത്രിയായിരുന്നു അല്ലേ. ഇനി INCയുടെ പ്രസിഡൻ്റായ ആദ്യത്തെ മലയാളിയും ഏക മലയാളി എന്നൊക്കെ ചോദിച്ചാൽ ആരാ? INCയുടെ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഏക മലയാളി 1797 അമരാവതിയിൽ. ആരാത്? സി ശങ്കരൻ നായരാണ്. സി ശങ്കരൻ നായരാണ്. ISRO ചെയർമാനായ ആദ്യത്തെ മലയാളിയോ? ISRO ചെയർമാൻ, ISROയുടെ ചെയർമാനായ ആദ്യ മലയാളിയാണ് MGK മേനോൻ. MGK മേനോൻ. കേരളത്തിലെ ആദ്യത്തെ DGP ആരാ? കേരളത്തിലെ ആദ്യത്തെ DGP ആരാ? T അനന്തശങ്കര അയ്യരാണ്. കേരളത്തിലെ ആദ്യത്തെ DGP ആണ് T അനന്തശങ്കര അയ്യർ. T അനന്തശങ്കര അയ്യരാണ്. കേരള പോലീസിലെ ആദ്യത്തെ IG. DGP ഏറ്റവും ഉയർന്ന പദവി IG ആയിരുന്നു പണ്ട് ഇല്ലേ. കേരള പോലീസിലെ ആദ്യത്തെ IG ആണ് N ചന്ദ്രശേഖരൻ നായർ. N ചന്ദ്രശേഖരൻ നായർ. പിന്നെ കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ ആരാ? സ്പീക്കർ ശങ്കരനാരായണൻ തമ്പി. കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ ശങ്കരനാരായണൻ തമ്പി. ഡെപ്യൂട്ടി സ്പീക്കറാണ് KO ഐഷാഭായി. പ്രോടൈം സ്പീക്കറാണ് റോസമ്മ പുന്നോസ് അല്ലേ. പ്രോടൈം സ്പീക്കറാണ് റോസമ്മ പുന്നോസ്. കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ ശങ്കരനാരായണൻ തമ്പി. ഡെപ്യൂട്ടി സ്പീക്കർ KO ഐഷാഭായി. പ്രോടൈം സ്പീക്കറാണ് ആര്? പ്രോടൈം സ്പീക്കറാണ് റോസമ്മ പുന്നോസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് കേരളത്തിൽ ആദ്യം